കുറവുണ്ടായത് എന്നുള്ളതാണ്. വടക്കൻ കേരളത്തിലേക്ക് പോയാൽ നമ്മൾ ഈ മലപ്പുറത്തായാലും കോഴിക്കോട്ടായാലും വയനാട്ടിൽ 5% കഴിഞ്ഞ തവണത്തേക്കാൾ 7% കുറവുണ്ട്. അത് നമുക്ക് ചർച്ച ചെയ്യണം. വടകരയിലൊക്കെ 77.66% പോൾ ചെയ്തിട്ടുണ്ട്. കണ്ണൂരിൽ 76.89, താരതമ്യേന കഴിഞ്ഞ തവണത്തെ അത്രയുമൊക്കെ വന്നിട്ടുണ്ട്. കാസർഗോഡ് 75.29 എന്ന കണക്കാണ്. ഈ പ്രദേശങ്ങളുടെയൊക്കെ ശക്തി നമുക്കറിയാം. ഈ വടകരയിലൊക്കെ വലിയ രാഷ്ട്രീയ പോരാട്ടം നടന്ന മണ്ഡലത്തിൽ 77.866 എന്നത് നമുക്ക് നിസ്സാരവൽക്കരിക്കാവുന്ന ഒരു പോളിംഗ് അല്ല. ശ്രീ എൻ ശ്രീകുമാർ, നേരത്തെ ശ്രീ ജോർജ് പടിപ്പാറ പറഞ്ഞതുപോലെ സ്ഥാനാർത്ഥികളുടെ മികവിനൊന്നും ഒട്ടും കുറവുണ്ടായിരുന്നില്ല. എല്ലാ മുന്നണികളും 3 മുന്നണികളും അവതരിപ്പിച്ച സ്ഥാനാർത്ഥികൾ ഏതെങ്കിലും ഒരു തരത്തിൽ കരുത്തന്മാരും അത്തരത്തിൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നവരുമൊക്കെ ആയിരുന്നു. 3 മുന്നണികളും അത്തരത്തിലാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ കണ്ടത്. വിഷയങ്ങൾക്ക് ദാരിദ്ര്യമുണ്ടായിരുന്നില്ല. പക്ഷെ ജനത്തിന് പൊതുവെ ഈ തെരഞ്ഞെടുപ്പുകളോട് ഒരു അലർജി, അല്ലെങ്കിൽ ഈ സമീപകാല രാഷ്ട്രീയ സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വിമുഖത, ഞങ്ങൾ വോട്ട് ചെയ്തിട്ട് എന്താണ് കാര്യമെന്ന് ചോദിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ പുതിയ തലമുറ വോട്ടർമാർ, ഈ കന്നി വോട്ടർമാരുടെ ഒരു വിമുഖത, ഇതൊക്കെ ഒരുപാട് ചർച്ചയാക്കേണ്ട കാര്യമാണ്. എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിൽ എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? അതായത് രഞ്ജിത്ത്, നമ്മുടെ നാട്ടില് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പും ഒക്കെ വ്യത്യസ്ത രീതിയിൽ കാണുമ്പോൾ ഇത് വലിയൊരു കുറവായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരെ നേരിട്ട് ബാധിക്കുന്ന ചില വിഷയങ്ങളിൽ അവർ കൂട്ടമായിട്ട് എത്തി വോട്ട് ചെയ്യും. ഇപ്പൊ വാർഡ് ഇലക്ഷൻ ആണെങ്കിൽ അത് കാണാം. നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതൊരു പരിധിവരെ കാണാം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അത് ഞങ്ങൾക്ക് വലിയ കാര്യമൊന്നുമില്ല എന്നൊരു തോന്നൽ സ്വാഭാവികമായിട്ട് ചില വിഭാഗങ്ങൾക്കൊക്കെ ഉണ്ടാകാറുണ്ട്. ഒന്ന് അതിൻ്റെ ഒരു കാരണമാകാം. രണ്ടാമത്തെ കാരണം, ഈ 70%-ലധികം വരുന്നത് ഞാനൊരു കുറവായിട്ട് കാണുന്നില്ല. കാരണം 70%-വും അതിലധികവും വരുന്ന ഒരു പോളിംഗ് എന്ന് പറയുമ്പോൾ ഒരു നല്ല പോളിംഗ് ആയിട്ടാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതിൽ ഭിന്നാഭിപ്രായം ഉള്ളവരുണ്ടാകാം. ഇത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏപ്രിൽ മാസത്തിലാണെന്നും ഉത്സവകാലമാണെന്നും ഒഴിവുകാലമാണെന്നും അതിഭയങ്കര ചൂടുകാലമാണെന്നും ഒക്കെ ആലോചിക്കുമ്പോൾ അതിൻ്റെതായ ഒരു കാര്യമുണ്ട്. പിന്നെ നിങ്ങൾ ഓർമ്മിക്കാതെ പോയൊരു സംഭവം ഞാൻ പറയാം. രാവിലെ വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിൽ എത്തിയ ഒരാള് വോട്ടിംഗ് മെഷീൻ തകരാറായിട്ട് 1 മണിക്കൂർ കാത്തു നിന്നിട്ട് തിരിച്ച് വീട്ടിൽ പോയാൽ പിന്നെ അയാൾ പോകണമെന്നില്ല. അങ്ങനെ എത്രയോ സ്ഥലത്തുണ്ടായിട്ടുണ്ട്. ഈ വലിയ നമ്മുടെ നീണ്ട നിര എന്ന് പറയാറുണ്ടല്ലോ. അപ്പൊ ഈ നിരയില് എത്ര നേരം നിൽക്കും ഒരാള്? ഈ നിര എപ്പോഴും അവസാനിക്കും എന്ന് കരുതുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ആ വിമുഖതയൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇത് ഒരാള് ഭയങ്കര തിരക്കാണ്, അവിടെ ഭയങ്കര ചൂടും, വോട്ട് ചെയ്യാൻ നിൽക്കാൻ പോലും സ്ഥലമില്ല, ഒരു തണൽ പോലും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുന്നവരിലേക്കൊക്കെ മാറും. ഇതൊക്കെ നിസ്സാര കാര്യമായിട്ട് തോന്നുമെങ്കിലും വോട്ടർമാരിലൊരു കാര്യമായ രാഷ്ട്രീയ താല്പര്യങ്ങളില്ലാത്ത വോട്ടർമാരെ ഇതൊക്കെ പിൻവാങ്ങാൻ സഹായിച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ നമ്മുടെ ശ്രീ പൊടിപ്പാറ പറഞ്ഞ പോലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഒരുപാട് പേര് വെട്ടിപ്പോയിട്ടുണ്ട്. പിന്നെ ചേർത്ത വോട്ട് തന്നെ ചിലതൊക്കെ ചെയ്യാൻ പറ്റില്ല എന്ന രീതിയിൽ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ ഒരു ഭാഗം കൂടി ആകാം ഇത്. പിന്നെ നമ്മൾ മറ്റൊരു കാര്യം ആലോചിക്കേണ്ടത്, ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പൊ 3 രാഷ്ട്രീയ കക്ഷികളും എന്തായാലും അവർക്ക് ജയിക്കാൻ വേണ്ടി ഒരു പരമാവധി ആളുകൾക്കിടയിൽ വലിയ പ്രചരണമൊക്കെ നടത്തിയിട്ടുണ്ടെന്നുള്ളതൊക്കെ നിങ്ങൾ പറഞ്ഞു, ശരിയാണ്. ആ പ്രവർത്തകർ തന്നെയാണ് ഈ വോട്ട് ചെയ്യിക്കാനായിട്ട് കൂടുതലും സമ്മർദ്ദം ചെലുത്തിയിട്ടുള്ളത്. ഇപ്പൊ വൈകുന്നേരം 4 മണിക്കൊക്കെ പഴയ കാലത്ത് ഈ വോട്ടിളക്കുക എന്ന് പറയും, അവസാന നിമിഷം വോട്ട് ഇളക്കി കൊണ്ടുവരിക എന്നുള്ളത്. അപ്പൊ അങ്ങനെ ലിസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഒരു ഡിവിഷനിലെ ഒരു 100-300 വോട്ടുകളൊക്കെ കുറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ 1500 വോട്ടുള്ള ഒരു ഡിവിഷനിൽ 1200 പേര് വോട്ട് ചെയ്തിട്ടുള്ള കണക്കൊക്കെ എനിക്കറിയാം. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അത് വലിയൊരു പോളിംഗ് ശതമാനം കുറഞ്ഞു എന്നൊക്കെ നമ്മൾ പറയുന്നത് ഈ രാഷ്ട്രീയ കക്ഷികൾ എന്താണെന്ന് വെച്ചാല് അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. അല്ല സാർ, ഈ പത്തനംതിട്ടയിലെ ഒരു കണക്ക് 10%. 10% കുറവ് പത്തനംതിട്ടയിൽ ഉണ്ടായി എന്നുള്ളതാണ്. അതുപോലെ തന്നെ സമാനമായി തന്നെ കോട്ടയത്ത്, ശ്രീ ജോർജ് പൊടിപ്പാറ അദ്ദേഹം പറഞ്ഞു വെക്കുകയായിരുന്നു, ഈ മൈഗ്രേറ്റ് ചെയ്യപ്പെട്ട ആളുകൾ നിരവധി ആളുകളുണ്ട്. പുറത്തേക്ക് പോയ, വിദേശത്തേക്ക് പഠിക്കാനും ജോലിക്കും മറ്റും പോയ ചെറുപ്പക്കാരായ ഒരുപാട് പേരുണ്ട്. അവരൊന്നും വോട്ട് ചെയ്യാൻ വരില്ല. അതൊക്കെ വലിയ തരത്തിൽ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ ബാധിക്കുന്ന ഒന്നാണല്ലോ. വോട്ടുണ്ടായിട്ടും അത്തരത്തിൽ വോട്ട് ചെയ്യാൻ വരുന്നില്ല. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് പോളിംഗ് കുറഞ്ഞു. മാവേലിക്കരയിൽ 65% മാത്രമാണ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ 5-10% കുറഞ്ഞ ജില്ലകൾ നമ്മുടെ തെക്കൻ കേരളത്തിലുണ്ട്. നിസ്സാരമാണോ? അല്ല, ഞാൻ പറഞ്ഞത് നിസ്സാരമാണോ എന്ന് ചോദിച്ചാൽ ഇതൊരു നമ്മുടെ ജനാധിപത്യത്തിന് ജനങ്ങൾ ഏത് രീതിയിൽ നോക്കിക്കാണുന്നു എന്ന് വിലയിരുത്താറായിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ജനാധിപത്യത്തെ ജനങ്ങൾ നോക്കിക്കാണുന്നത് ഇതൊരു ഘടകമായിട്ട് ഞാൻ കാണുന്നില്ല. ഇത് അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ചെറിയ കാര്യം ഞാൻ പറഞ്ഞല്ലോ, വോട്ടിംഗ് മെഷീൻ രാവിലെ കേടായാൽ ഒരാള് എത്ര മണിക്കൂർ അവരുടെ ആ വരിയിൽ നിൽക്കും? അപ്പൊ തിരിച്ചു പോയിട്ട് വൈകുന്നേരം പോകാമെന്ന് വിചാരിച്ചു വൈകുന്നേരം പോകാതിരിക്കുന്ന എത്രയോ പേരുണ്ട്.
അപ്പൊ ഇത് അവസാനം അവർ തന്നെ സമ്മതിച്ചല്ലോ ഇലക്ഷൻ കമ്മീഷൻ. ചില സ്ഥലങ്ങളിലല്ല, പല സ്ഥലങ്ങളിലും വോട്ടിംഗ് യന്ത്രം വളരെ പതുക്കിയായിരുന്നു. രാത്രി 12:30 വരെയൊക്കെ വോട്ടിംഗ് നടത്തിയ ചരിത്രം ഈ ആധുനിക കാലത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ബാലറ്റ് പെട്ടിയില് ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചിട്ട് വോട്ട് ചെയ്ത കാലത്ത് 5 മണിക്ക് വോട്ട് അവസാനിച്ച കാലമുണ്ട്. ഇതിപ്പോ എല്ലാവിധ അത്യന്താധുനിക സജ്ജീകരണങ്ങൾ ഉണ്ടായിട്ടും അവിടെ പോലും രാത്രി 12:30 വരെ നീളുന്നു എന്ന് പറഞ്ഞിട്ട് അവസാനം എന്താ പറയുന്നത്? പരിചയക്കുറവാണെന്ന്. അപ്പൊ ഈ പരിചയക്കുറവെന്ന് വെച്ചാൽ ഇത് ഈ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുറെ കാലം മുമ്പ് തന്നെ അതിന്റെ ഒരുക്കങ്ങൾ നടത്താറുണ്ട്, മറ്റേ പരിശീലനം കൊടുക്കാറുണ്ട്. അപ്പൊ ഈ പരിശീലനം ഒന്നും മര്യാദയ്ക്ക് കൊടുത്തിട്ടില്ലേ? എന്തൊരു ന്യായീകരണമാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്? തെരഞ്ഞെടുപ്പ് നമ്മുടെ നാട്ടിലെ ബാലറ്റ് പേപ്പറിൽ വോട്ട് ചെയ്ത കാലത്ത് 5 മണിക്ക് അവസാനിക്കും വോട്ടെടുപ്പ്. ഇവിടെ വോട്ടിംഗ് യന്ത്രം വന്നിട്ട് സ്പീഡിൽ വോട്ട് ചെയ്യാൻ തക്കതായ സംവിധാനം ഉണ്ടായിട്ട് രാത്രി 12:30 വരെ. എന്താണ് രാമേന്ദ്ര നമ്മൾ ഈ കേൾക്കുന്നത്? ഞാൻ പറഞ്ഞ ഇതൊക്കെ ജനങ്ങൾക്ക് മടുപ്പുണ്ടാക്കും ഇത്. കാരണം യന്ത്രം ഉണ്ടായിട്ട് കാര്യമില്ല, പ്രവർത്തിപ്പിക്കാൻ അറിയണ്ടേ. പണ്ട് ഗോവിന്ദ മാഷ് പറഞ്ഞ പോലെ മൈക്ക് പ്രവർത്തിപ്പിക്കാൻ അറിയണ്ടേ. അപ്പൊ അതുപോലെ നമുക്ക് ഇതൊക്കെ ഒരു ഘടകങ്ങളാണ്. നമുക്കൊരു വിരസത എന്ന് പറയുന്നത് ഈ കാതോരം കേൾക്കുന്ന കാര്യങ്ങൾ കൊണ്ടാണ്. ഇപ്പൊ രാവിലെ പോയൊരു വീട്ടമ്മ പറയാണ്, അയ്യോ ഇപ്പൊ പോകണ്ട കേട്ടോ, അവിടെ തിരക്കും ഭയങ്കരം, വെയിലും ഭയങ്കരം. പിന്നെ ആര് പോകും? പിന്നെ വൈകുന്നേരം ആകുമ്പോഴാണ് അവരെ കുത്തിയിളക്കി നമ്മുടെ പാർട്ടി പ്രവർത്തകർ കൊണ്ടുപോകുന്നത്. എല്ലാ പാർട്ടി പ്രവർത്തകരും നന്നായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട് ഇപ്പോഴ്. പിന്നെ പോളിംഗ് ശതമാനം കൂടിയത് കൊണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത് സ്ഥാനാർത്ഥികളുടെ അവരുടെ മനസ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ. ജയിക്കുമോ തോൽക്കുമോ എന്നുള്ളതൊന്നും അവർ പുറത്ത് കാണിക്കുന്നില്ല. തോറ്റാൽ അവസാനം കുറ്റം പറയാ സ്ഥാനാർത്ഥിയാണ്, പാർട്ടിയല്ല. ആ സ്ഥാനാർത്ഥിയുടെ ഗുണഗണങ്ങൾ ചർച്ച. സ്ഥാനാർത്ഥി വരുമ്പോഴും ചർച്ച ചെയ്യുന്നത് ഗുണഗണങ്ങളാണ്, തോൽക്കുമ്പോഴും ചർച്ച ചെയ്യുന്നത് ഗുണഗണങ്ങളാണ്. അപ്പൊ അവര് പറയും അവിടെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞു, കഴിഞ്ഞ തവണ ഇത്രയും ഉണ്ടായിരുന്നു, അപ്പൊ ഇത്തവണ ഇത്ര കുറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു കാര്യം അവര് പറയുമ്പോൾ നമ്മൾ അതങ്ങ് ഏറ്റുപിടിക്കും. അത് ഏറ്റുപിടിക്കേണ്ട കാര്യമില്ല. 70% മുകളിൽ പോളിംഗ് വന്നാൽ എന്റെ അഭിപ്രായത്തിൽ നല്ല പോളിംഗ് തന്നെയാണ്. ശ്രീ ഷാഹു പ്രസാദ്, താങ്കൾക്ക് അങ്ങനെ അഭിപ്രായമുണ്ടോ? 70%, 71